നമ്മൾ എപ്പോഴും ഈ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറയുമ്പോൾ അയാൾ ഒരു ശുദ്ധനാണ്, മണ്ടനാണ്, വളവളാ സംസാരിക്കുന്നവനാണ് എന്നൊക്കെ പറയും എന്നുണ്ടെങ്കിലും സത്യത്തിൽ ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് വളരെ കൗശല ബുദ്ധിക്കാരനാണ്. അതുപോലെ തന്നെ സ്വന്തം നേട്ടത്തിന് വേണ്ടിയല്ലാതെ ബുദ്ധിപരമായിട്ടല്ലാതെ അയാളുടെ നാവ് അനക്കില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് സത്യത്തിൽ വെള്ളാപ്പള്ളി നടേശന് ഏറ്റവും വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. ഒപ്പം നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ. നമസ്കാരം. അപ്പോ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹം കുറച്ച് നാളുകളായിട്ട് നമ്മുടെ VD സതീശനെതിരെ സ്ഥിരമായിട്ട് പ്രസ്താവനകൾ ഇറക്കുക, സ്ഥിരമായിട്ട് പ്രകോപിപ്പിക്കുക, അങ്ങനെ LDF അല്ലെങ്കിൽ പിണറായി വിജയനെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എനിക്ക് VD സതീശൻ അത്ര നല്ല വ്യക്തിയാണ് എന്നുള്ള അഭിപ്രായമൊന്നുമില്ല. എന്നാലും അതിനേക്കാൾ വലിയ കള്ളന്മാർ എന്ന് പറയുന്നത് അതിനെയാണല്ലോ നമ്മൾ ശക്തമായിട്ട് എതിർക്കേണ്ടത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു കോൺഗ്രസ് വിരുദ്ധ നിലപാടെടുക്കുന്നത്, അതുമല്ലെങ്കിൽ VD സതീശനെ ടാർഗറ്റ് ചെയ്യുന്നത്? കാരണം ഭാവി മുഖ്യമന്ത്രിയാവാൻ വേണ്ടി മറ്റ് മുതിർന്ന നേതാക്കളെ എല്ലാം പിന്നിലാക്കി എങ്ങനെയെങ്കിലും ഷൈൻ ചെയ്ത് ആ മുഖ്യമന്ത്രി പദം നേടണം എന്ന് വാശി പിടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് VD സതീശൻ എന്ന് പറയുന്നത്. അപ്പോ VD സതീശനും മറ്റ് മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കുന്ന കോൺഗ്രസിലത്തെ നേതാക്കളും തമ്മിൽ പടലപ്പിണക്കങ്ങൾ സൃഷ്ടിക്കണം. അതോടെ കോൺഗ്രസിന്റെ വോട്ടുകൾ എന്ന് പറയുന്നത് പല വ്യക്തികൾക്കായിട്ട് അല്ലെങ്കിൽ മറ്റു പല പാർട്ടികൾക്കായിട്ട് മറിച്ചു കുത്തപ്പെടണം. അതിലൂടെ മൂന്നാം ഭരണം പിണറായിക്ക് നേടിക്കൊടുക്കണം എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള വെള്ളാപ്പള്ളിയുടെ അജണ്ട എന്ന് പറയുന്നത്. അതായത് അതിന് പിണറായി ഒരു പ്രത്യുപകാരം ചെയ്യുന്നുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് ഏറ്റവും വലിയ കുംഭകോണം അല്ലെങ്കിൽ ഏറ്റവും വലിയ കോടികളുടെ അഴിമതി എന്ന് പറയുന്നത് നമ്മളുടെ പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് കോടാനുകോടി രൂപ വെറും 5% പലിശയ്ക്ക് കടമെടുത്തു. എന്നിട്ട് വളരെ ദുർബലരായിട്ടുള്ള വിഭാഗങ്ങളായിട്ടുള്ള SNDPയിലെ വനിതകൾക്ക് മൈക്രോ ഫിനാൻസ് എന്ന തട്ടിപ്പിലൂടെ നൽകി 13% പലിശ നേടാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ അഴിമതി എന്ന് പറയുന്നത്. അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് എന്ന് പറയുന്നത് VS അച്യുതാനന്ദൻ 2016 എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിണറായി വിജയനെ പോലെയുള്ള ഈ രാഷ്ട്രീയത്തിലെ അഴിമതിക്ക് കൊടപിടിക്കുന്ന വ്യക്തി എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇതൊന്നും അത്ര ബോധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെയുള്ള ഒരു മുതിർന്ന നേതാവാണല്ലോ എന്നുള്ളതിന്റെ പേരിൽ മാത്രമല്ല ഈ പകൽമാന്യം ചമയുക എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് അതിനെതിരെ ഒരു നടപടി എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് വെള്ളാപ്പള്ളി നടേശനെ രക്ഷിക്കാനുള്ള ഒരു നടപടി എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോ ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ 2016 പരാതി കൊടുത്ത് വിജിലൻസ് കേസ് എടുത്തു എന്ന് പറയുമ്പോൾ ഇപ്പൊ 10 കൊല്ലമായി ആ ഒരു കേസ് യാതൊരു അനക്കവും ഇല്ലാതെ കിടക്കുന്ന അവസ്ഥ. അത് ഈ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് അന്ന് വിജിലൻസിന്റെ SP ആയിരുന്ന എറണാകുളം SP ആയിരുന്ന ശശിധരൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം വളരെ കറകളഞ്ഞ ഒരു വ്യക്തിയാണ്. യാതൊരു ചീത്തപ്പേരുകളും കേൾപ്പിക്കാത്ത വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അതിന്റെ പേരിലാണ് ഈ ഹൈക്കോടതിയാണെന്നുണ്ടെങ്കിലും VS അച്യുതാനന്ദൻ ആണെന്നുണ്ടെങ്കിലും അതിനെ വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതായത് വ്യക്തമായിട്ടുള്ള നല്ല രീതിയിലുള്ള അന്വേഷണം നടക്കും എന്നുള്ള രീതിയിലൊക്കെ അവർ വിശ്വസിച്ചു പോയിരുന്നത്. പക്ഷേ VS അച്യുതാനന്ദന്റെ മരണത്തിന് ശേഷം ഉടനെ തന്നെ നമ്മളുടെ പിണറായി സർക്കാർ ആക്റ്റീവായി. പിണറായി സർക്കാർ നേരെ ഹൈക്കോടതിയിൽ പോയിട്ട് കാർത്തിക് എന്ന് പറയുന്ന DIGക്ക് അന്വേഷണ ചുമതല കൈമാറണം, അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു അന്വേഷണ സംഘം രൂപീകരിക്കും, എന്നിട്ട് അന്വേഷണം നടത്തും എന്നൊക്കെ ഒരു ഉപഹർജിയുമായിട്ട് ഹൈക്കോടതിയിൽ പോയി. അതിനെതിരെ MS സുനിൽകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി കൃത്യമായിട്ട് പരാതി കൊടുത്തു. അദ്ദേഹം ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത് വെള്ളാപ്പള്ളിയുടെ വളരെ അടുത്ത സുഹൃത്താണ്. അതുപോലെ തന്നെ പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ ഈ അടുത്ത കാലത്ത് തലപ്പാവൊക്കെ അണിയിച്ച് ഷാളൊക്കെ അണിയിപ്പിച്ച് അനുമോദിക്കുന്ന ചില ചിത്രങ്ങളും ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു വാദം നടന്നു. അതിനുശേഷം ഇന്ന് കൃത്യമായിട്ടുള്ള ഒരു വിധി വന്നിരിക്കുന്നു. അതായത് നേരത്തെ തന്നെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 മാസത്തിനകം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അതായത് ഈ ഒക്ടോബർ 30 മുമ്പ് ഈ വെള്ളാപ്പള്ളിക്കെതിരെയുള്ള ആ ഒരു റിപ്പോർട്ട് സമർപ്പിക്കണം. ആ സാഹചര്യത്തിലാണ് ഈ മുത്തിചത്ത് കട്ടിലൊഴിയാൻ കാത്തുകിടക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ പോലെ VS അച്യുതാനന്ദൻ മരിച്ചതിന് തൊട്ടു പിന്നാലെ പിണറായി സർക്കാർ ആ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടി അന്വേഷണം കാർത്തിക് എന്ന് പറയുന്ന മറ്റൊരു ഉദ്യോഗസ്ഥന് കൈമാറാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയത്. അതിനു മുമ്പ് കൃത്യമായിട്ട് ഈ ഒരു ശശിധരൻ എന്ന് പറയുന്ന സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഈ പോലീസ് അക്കാദമിയിലോട്ട് സ്ഥലം മാറിപ്പോയപ്പോ ഈ ശശിധരൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ തന്നെ ഇത് അന്വേഷണം നടത്തും എന്ന് ഉറപ്പ് ഹൈക്കോടതിക്ക് കൊടുത്തിരുന്നതാണ്. എന്നിട്ടാണ് പെട്ടെന്ന് ഒരു മലക്കം മറിച്ചിൽ നടന്നത്. അതായത് പിണറായിയും ഈ വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള ഒരു ധാരണ, പിണറായിക്ക് എങ്ങനെയെങ്കിലും കോൺഗ്രസിന്റെ അകത്ത് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി ഈ VD സതീശനെ ദുർബലനാക്കി പിണറായിക്ക് 3ാം ഭരണം നേടിക്കൊടുക്കാം എന്നുള്ള ഒരു വാഗ്ദാനം വെള്ളാപ്പള്ളി കൊടുത്തിട്ടുണ്ടാവണം. അതിന് ഇന്ന് തിരശ്ശീല വീണിരിക്കുകയാണ്. അതായത് ഹൈക്കോടതി ഈ MS സുനിൽകുമാർ സമർപ്പിച്ച ആ തലപ്പാവ് ധരിപ്പിക്കുന്ന ഫോട്ടോ, അതുപോലെ തന്നെ രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, അവർ പരസ്പരം അനുമോദിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളെല്ലാം ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു. ഹൈക്കോടതി പറഞ്ഞു ഈ അന്വേഷണം എന്ന് പറയുന്നത് മറ്റാർക്കും കൈമാറേണ്ട ആവശ്യമില്ല. മാത്രമല്ല ശശിധരൻ തന്നെ ഇത് അന്വേഷിച്ച് കൃത്യമായിട്ട് ഈ പറഞ്ഞ 3 മാസം, അതായത് ഒക്ടോബർ 30 തന്നെ ഈ വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കണം. മാത്രമല്ല ഈ കേസ് ശശിധരൻ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതിന്റെ ഉത്തരവ് 7 ദിവസത്തിനുള്ളിൽ പുറപ്പെടുവിച്ചിരിക്കണം എന്നുള്ള ഒരു അന്ത്യശാസനം കൂടി പിണറായി സർക്കാരിന് ഹൈക്കോടതി കൊടുത്തു. അപ്പോ കൃത്യമായിട്ട് ഇനി ഈ ജനങ്ങളെ പറ്റിക്കാനുള്ള സർക്കാർ ഖജനാവിലെ പണം എന്ന് പറയുന്നത് സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭീമമായ കൊള്ളലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്ന രീതിയിൽ പ്രവർത്തിച്ചതിനുള്ള എല്ലാമുള്ള ഒരു ഉത്തരമാണ് ഇന്ന് ജനങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ആശ്വാസം നൽകുന്ന ഒരു ഉത്തരമായിട്ടാണ് ഹൈക്കോടതിയിലെ ഈ ഒരു വിധി ഇന്ന് വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും.